ചരിത്രത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും കാലങ്ങൾക്ക് ശേഷം ചില പുസ്തകങ്ങളിലൂടെ അവ പുറത്തു വരും. അങ്ങനെ ഒരു രഹസ്യമാണ് 1930 അഞ്ചിഗൂനി തടാകത്തിൻ്റെ കരയിൽ നടന്നത്. കാനഡയിലെ മരവിപ്പിക്കുന്ന തണുപ്പുള്ള രാത്രി ജോ ലേബൽ എന്ന മൃഗവേട്ടക്കാരൻ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഇൻയൂട്ട് ഗോത്രക്കാർ താമസിക്കുന്ന ആ ഗ്രാമത്തിലേക്ക് നടന്നെത്തി. ദൂരെ നിന്ന് തന്നെ കുരച്ചു ചാടുന്ന നായ്ക്കളും സ്വീകരിക്കാൻ വരുന്ന ഗ്രാമവാസികളുമായിരുന്നു ജോയുടെ പ്രതീക്ഷ. പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്നത് ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത മാത്രമായിരുന്നു. ഒരൊറ്റ മനുഷ്യർ പോലുമില്ല. വീടുകൾക്കുള്ളിൽ പോയി നോക്കിയ ജോ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അടുപ്പിൽ തീ എരിയുന്നുണ്ട്. അതിൽ ഭക്ഷണം പകുതി വെന്ത നിലയിലുമാണ്. തണുപ്പകറ്റാനുള്ള വസ്ത്രങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അവരുടെ ജീവനായ തോക്കുകളും വീടിൻ്റെ മൂലയിൽ ചാരി വെച്ചിട്ടുണ്ട്. തോക്കില്ലാതെ ആ മഞ്ഞിൽ അവർ എങ്ങോട്ട് പോകാനാണ്? ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നാം. പക്ഷേ 1959 ഫ്രാങ്ക് എഡ്വേർഡ്സ് തൻ്റെ സ്ട്രേഞ്ചർ ദാൻ സയൻസ് എന്ന ലോകപ്രശസ്തമായ പുസ്തകത്തിലൂടെ ഈ സംഭവം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ലയണൽ ഫാൻതോർപ്പ് എഴുതിയ ദ വേൾഡ് ഗ്രേറ്റസ്റ്റ് അൺസോൾഡ് മിസ്റ്ററീസ് എന്ന പുസ്തകത്തിലും കനേഡിയൻ പോലീസിൻ്റെ ഈ കേസ് ഡയറികൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഗ്രാമവാസികളെ കാണാതായത് മാത്രമല്ല ആ പുസ്തകങ്ങളിൽ പറയുന്നത്. ഗ്രാമത്തിന് കുറച്ചകലെ അവരുടെ നായ്ക്കളെ മരത്തിൽ കെട്ടിയിട്ട നിലയിൽ പട്ടിണി കിടന്ന് ചത്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ആ ഗ്രാമത്തിലെ പഴയ ശവകുടീരങ്ങളെല്ലാം ആരോ കുഴിച്ചു തുറന്നിട്ടുണ്ടായിരുന്നു. അതിലെ മൃതദേഹങ്ങൾ അപ്രത്യക്ഷമായിരുന്നു. കല്ലുപോലെ ഉറച്ച ആ മണ്ണ് വെറും കൈകൊണ്ട് കുഴിക്കാൻ കഴിയില്ല. പോലീസ് അന്വേഷിച്ചു, പക്ഷേ ആർക്കും ഉത്തരമില്ല. അന്ന് ആകാശത്ത് കണ്ട വിചിത്രമായ വെളിച്ചം പോലും അത് എന്തായിരുന്നു? ഒരു ഗ്രാമം മുഴുവൻ വായുവിൽ അലിഞ്ഞില്ലാതായതാണോ അതോ മറ്റെന്തെങ്കിലുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇത്ര നിഗൂഢമായ ചരിത്ര സത്യങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ശുഭം.